Welcome to OP 11.0 Session 9 Syllabus Decode Clinics. So Syllabus Decode Clinic എന്ന് പറഞ്ഞ സെഷനാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ആൻഡ് മെയിൻലി ഈ സെഷന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മുടെ സിലബസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോ കുറച്ചധികം സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. അതായത് നമ്മളിപ്പം 8 സെഷൻസോളം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പം ഇഗ്നുവിനെ കുറിച്ചും പിന്നെ ലേൺ വൈസിനെ കുറിച്ചും പിന്നെ നമ്മൾ ഓൾറെഡി ഈ റൂട്ടീൻ, അതായത് സ്റ്റഡി റൂട്ടീൻ പ്ലാൻ ചെയ്യുക, അതേപോലെ ലൈക് മെന്റൽ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും പിന്നെ ഫാമിലിയുടെ ഫാമിലി സർക്കിൾ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സെഷൻ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ സെഷൻസും വളരെ യൂസ്ഫുൾ ആയി എന്ന് തന്നെ വിചാരിക്കുകയാണ്. നിങ്ങളുടെ കുറെ പേരുടെ റിവ്യൂസും ഫീഡ്ബാക്സ് ഒക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹോപ്പ് ഈ സെഷനും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവും എന്നുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെഷനാണ്. ബിക്കോസ് ഇത് നമ്മുടെ സിലബസ് ഡീകോഡ് ചെയ്യുന്ന ഒരു സെഷനാണ്. നമുക്ക് സിലബസ് മനസ്സിലാക്കിയാലാണ് ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് എങ്ങനെയാണ് കൃത്യമായിട്ട് അതിനനുസരിച്ച് പഠനം പ്ലാൻ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ കിട്ടുന്നത്. അപ്പൊ നമുക്ക് സെഷൻ നോക്കാം. ഓക്കെ, നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ട്, അതായത് നിങ്ങൾ ഈ ഒരു സെഷനിൽ സിലബസ് ഡീകോഡ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, എങ്ങനെയാണ്, അതായത് നമുക്കൊരു സിലബസ് ഉണ്ടല്ലോ, ആ സിലബസ് എങ്ങനെയാണ് നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റിസോഴ്സസ്, അതായത് നമുക്ക് ലേൺ വൈസിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റിസോഴ്സസ് വെച്ച് എങ്ങനെ ഈ സിലബസ് നമുക്ക് ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാം, ഈസി ആയിട്ട് നമുക്ക് അതിനെ പഠിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇമ്പോർട്ടൻസ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. നമ്മൾ സിലബസ് മനസ്സിലാക്കുകയാണ്. സിലബസ് മനസ്സിലാക്കിയാലാണ് നമുക്ക് മുന്നോട്ടുള്ള 3 വർഷങ്ങൾ, അല്ലെങ്കിൽ ഇപ്പൊ 4 ഇയർ കോഴ്സ് എടുത്തവരാണെങ്കിൽ മുന്നോട്ടുള്ള 4 വർഷങ്ങൾ നമുക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക, പഠിക്കുക ഒക്കെ പറ്റുള്ളൂ. സോ നമ്മളിവിടെ സിലബസ് മനസ്സിലാക്കാൻ പോകുന്നത് ഫസ്റ്റ് ഇയറിന്റെ ആണ്. ഓക്കെ, അപ്പൊ സെക്കൻഡ് ഇയറും തേർഡ് ഇയർ ഒക്കെ നമുക്ക് അത് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ ഒരു ഓറിയന്റേഷൻ ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ഇയറിന്റെ സിലബസ് ആണ്. ആൻഡ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്ന സിലബസ് എന്ന് നമ്മുടെ BA ഇംഗ്ലീഷ്, അതായത് തേർഡ് ഇയർ കോഴ്സ്, അതായത് 3 ഇയർ കോഴ്സിന്റെയും അതേപോലെ BA FEG BA ഇംഗ്ലീഷ് 4 ഇയർ കോഴ്സിന്റെയും ഫസ്റ്റ് ഇയർ സിലബസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് നമുക്ക് ഈ ഒരു സെഷന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ആണെന്നുള്ളത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. എന്നാലും ഞാൻ ഒന്നും കൂടെ അത് ആവർത്തിക്കുകയാണ്. നമ്മുടെ ഇഗ്നോ സ്ട്രക്ചർ മനസ്സിലാക്കുക, അല്ലെങ്കിൽ സിലബസ് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് അതേപോലെ നമ്മൾ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ഇയർ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട, നമ്മൾ ഫസ്റ്റ് ഇയറിന്റെ സിലബസ് മാത്രമാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. ആൻഡ് നമുക്ക് എങ്ങനെയാണ് ഈ ഫസ്റ്റ് ഇയറിന്റെ സിലബസ് നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുക, എന്തൊക്കെ റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് നമുക്കിത് പഠിക്കാൻ പറ്റാം എന്നൊക്കെ നമുക്ക് നോക്കാം. ആൻഡ് ഓൾസോ ഇപ്പൊ ഒരു പേപ്പർ നമ്മൾ പഠിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സബ്ജക്ട് നമുക്ക് പഠിക്കാനുണ്ടെങ്കിൽ ആ സബ്ജക്ട് എങ്ങനെയാണ് അതിനെ എന്താ പറയുക അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഒരു സബ്ജക്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് ബ്ലോക്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ആ ബ്ലോക്സ് തന്നെ കുറച്ച് യൂണിറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്താണ് ബ്ലോക്സ്, എത്രയൊക്കെ യൂണിറ്റ്സ് ഒരു സബ്ജക്റ്റിന് ഉണ്ട് എന്നൊക്കെ നമ്മൾ ഈ ഒരു സെഷനിലാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് ലൈക്ക് ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മുടെ സ്ട്രക്ചർ, സിലബസിന്റെ സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കും. അതേപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാം, അതായത് നമ്മുടെ BA ഇംഗ്ലീഷ് അല്ലെങ്കിൽ BA FEG എന്ന് പറയുന്ന പ്രോഗ്രാം എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയൊരു ഐഡിയ നമുക്ക് ഈ സെഷൻ കഴിയുമ്പോഴേക്കും കിട്ടുന്നതായിരിക്കും. ഓൾസോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സബ്ജക്റ്റിനും എത്ര ബ്ലോക്സ് ഉണ്ട്, എത്ര യൂണിറ്റ്സ് ഉണ്ട് എന്നൊക്കെ നമ്മൾ കാണുന്നതായിരിക്കും. ആൻഡ് ലാസ്റ്റ്ലി നമ്മൾ റിസോഴ്സസ് പരിചയപ്പെടും. അതായത് നമുക്ക് ലേൺ വൈസിൽ എന്തൊക്കെ റിസോഴ്സസ് ഉണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഇപ്പൊ ഓൾറെഡി ക്ലാസ്സസ് കണ്ട് തുടങ്ങിയവരായിരിക്കും അല്ലെ. അപ്പം നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്. അത് കൂടാതെ നമുക്ക് കുറച്ചധികം മെറ്റീരിയൽസ് നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇത് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഓക്കെ, സോ നമ്മൾ നമ്മുടെ സിലബസിനെ കുറച്ചധികം മനസ്സിലാക്കാൻ പോവാണ് ഇഗ്നോന്റെ സ്ട്രക്ചർ ഒക്കെ വെച്ചിട്ട്. ആൻഡ് നമ്മുടെ പേപ്പർ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ഇയറിൽ മാത്രമാണ്. അപ്പം ഈ ഒരു ഫസ്റ്റ് ഇയറിൽ നമുക്ക് പേപ്പേഴ്സ് കുറച്ചധികം പഠിക്കാനുണ്ടാവുമല്ലോ. അപ്പൊ ആ പേപ്പറിന് തന്നെ കോഡ് ഉണ്ടാവും. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പം BGC 101, 102 എന്നൊക്കെ പറഞ്ഞിട്ട് കോഡ് ഉണ്ടാവും. അപ്പം ആ പേപ്പറിന്റെ കോഡ്, അതേപോലെ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ബ്ലോക്സ്, യൂണിറ്റ്സ് ഒക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് നമ്മൾ എന്താണ് പെർഫെക്റ്റ് ആയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എങ്ങനെയൊക്കെയാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് ഈ സെഷന്റെ ലാസ്റ്റിലാവുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആവുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോരോ പേപ്പറിനും, അതായത് ഓരോരോ കോഴ്സിനും ഓരോ കോഡ് ഉണ്ട്. ഇപ്പൊ BGC 101 എന്നൊക്കെ പറയാണ്. അപ്പം അതൊരു പേപ്പറിന്റെ കോഡാണ്. അപ്പം നിങ്ങൾക്ക് ആ പേപ്പറിന് ആക്ച്വലി, അതായത് ഒരു സബ്ജക്റ്റിന് നമുക്ക് അതിന്റെ ടൈറ്റിലും ഉണ്ടാവും, അതേപോലെ തന്നെ ആ സബ്ജക്റ്റിന് അതിൻ്റെതായ കോഡും ഉണ്ടാവും.
ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും, ബിക്കോസ് നിങ്ങൾ ചൂസ് ചെയ്ത പേപ്പേഴ്സിൽ നേരെ തന്നെ അതിന്റെ കോഡ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ്, ഓരോ പേപ്പേഴ്സിനും അതായത് ഓരോ സബ്ജക്ട്സിനും നമുക്ക് ക്രെഡിറ്റ്സ് ഉണ്ട് അല്ലെ. ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് നമ്മൾ എത്രത്തോളം ടൈം അല്ലെങ്കിൽ എത്രത്തോളം അവർ ആ ഒരു പെർട്ടിക്കുലർ പേപ്പർ പഠിക്കാനായിട്ട് ടോട്ടൽ ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം വർക്ക് അതിനാവശ്യമാണ് എന്ന് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ ഒരു 1 ക്രെഡിറ്റ്സ് എന്നൊക്കെ പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 30 hours ആണ്. അതായത് 30 hours ഓഫ് ടോട്ടൽ ടൈം എന്ന് പറയുന്നത്, ടോട്ടൽ സ്റ്റഡി ടൈം എന്ന് പറയുന്നതാണ് 1 ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പേപ്പേഴ്സിൽ എത്രത്തോളം ക്രെഡിറ്റ്സ് ആണ് ഓരോ പേപ്പറിനും ഉള്ളതെന്ന് നമുക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് നോക്കാം. ആൻഡ് ഇപ്പൊ നിങ്ങളുടെ പേപ്പേഴ്സിൽ നോക്കുവാണെങ്കിൽ നിങ്ങളുടെ കോർ പേപ്പേഴ്സിനൊക്കെ 6 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. ആൻഡ് അതേപോലെ നിങ്ങൾക്ക് എൻഹാൻസ്മെന്റ് പേപ്പേഴ്സ് ഉണ്ട്, അതൊക്കെ നമുക്ക് 4 ക്രെഡിറ്റ്സ് ആണ്. ഓക്കെ, സോ നമുക്ക് പ്രോഗ്രാം, അതായത് നമ്മുടെ പ്രോഗ്രാം ആയിട്ടുള്ള BA ഇംഗ്ലീഷ് അല്ലെങ്കിൽ BA FEGയുടെ സിലബസിന്റെ ഓവർവ്യൂ നോക്കാവുന്നതാണ്. ഓക്കെ, ആൻഡ് ഇപ്പൊ നമ്മൾ ഇവിടെ കാണാൻ പറ്റുന്നത് BA ഇംഗ്ലീഷ് ആൻഡ് BA FEG ആണ്. അപ്പൊ BA ഇംഗ്ലീഷ്, BA ഓണേഴ്സ് ഇംഗ്ലീഷ് എടുത്തവർക്ക്, അതായത് BA EGS 3 year പ്രോഗ്രാം എടുത്തവർക്ക് ഉള്ള കോർ പേപ്പേഴ്സ് ആണ് ഫസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. 4 കോർ പേപ്പേഴ്സ് ഇൻ ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ പേപ്പർ ഒക്കെ ഏതാന്ന് അറിഞ്ഞിട്ടുണ്ടോ, എന്നാലും ഞാൻ ഒന്നും കൂടെ പറയാം. BGC 101 ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ, BGC 102 യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ, BGC 103 ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്, BGC 104 ബ്രിട്ടീഷ് പോയട്രി ആൻഡ് ഡ്രാമ. സോ ഈ 4 പേപ്പേഴ്സ് ആണ് നിങ്ങളുടെ കോർ പേപ്പേഴ്സ്, അതായത് 3 year പ്രോഗ്രാം എടുത്തിട്ടുള്ളവരുടെ കോർ പേപ്പേഴ്സ് ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഇനി BA ഇംഗ്ലീഷ്, BA FEG 4 year പ്രോഗ്രാം എടുത്തിട്ടുള്ളവരുടെ കോർ പേപ്പേഴ്സും കൂടെ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 2 കോർ പേപ്പേഴ്സ് ആണ് ഉള്ളത്, പിന്നെ ഒരു വാല്യൂ എഡ്യൂക്കേഷൻ പേപ്പർ ആണ് ഉള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് BGC 101 ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ, BGC 102 യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ, BDSP 101 വാല്യൂ. ഇത് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ കോർ പേപ്പേഴ്സ് ആണ് ഇവിടെ, പ്ലസ് BA FEGയുടെ വാല്യൂ എഡ്യൂക്കേഷൻ പേപ്പേഴ്സും ആണ്. ഇത് കൂടാതെ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് ലെക്ചർ പേപ്പേഴ്സ് ഉണ്ട് എന്നുള്ളത് അല്ലേ. അപ്പം ഇവിടെ നമ്മൾ കാണിച്ചിട്ടുള്ളത് നമ്മുടെ കോർ പേപ്പേഴ്സ് മാത്രമാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്, നമുക്കിവിടെ ഫസ്റ്റ് ഇയർ, ഞാൻ പറഞ്ഞു നമ്മൾ ഫസ്റ്റ് ഇയർ ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പം 3 year പ്രോഗ്രാം ഉള്ളവർക്ക് നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന പേപ്പേഴ്സ് ആണ്, അതായത് ഇവിടെ നമുക്ക് ലേൺ വൈസിൽ എത്രയൊക്കെ പേപ്പറിന്റെ സപ്പോർട്ട് അവൈലബിൾ ആണ് എന്നുള്ളതാണ് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയുന്നത്. അപ്പം ഇവിടെ നമുക്ക് അവൈലബിലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു കോളം കാണാമല്ലോ അല്ലെ. അവിടെ ഫുള്ളി അവൈലബിൾ എന്ന് പറയുന്നത് അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഫുള്ളി ലൈവ് ക്ലാസ്സസ് അവൈലബിൾ ആണ്, റെക്കോർഡ് സെഷൻസ് അവൈലബിൾ ആണ്, മെറ്റീരിയൽസ് അവൈലബിൾ ആണ്, എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ ഫുള്ളി അവൈലബിൾ എന്ന് പറയുന്നത് എല്ലാം, അതായത് ആ ഒരു പെർട്ടിക്കുലർ പേപ്പറിന്റെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഇവിടുന്ന് അവൈലബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഓരോ പേപ്പേഴ്സ് നോക്കാം, എത്രത്തോളം ഇവിടെ അവൈലബിലിറ്റി ഉണ്ട്, എത്രത്തോളമാണ് അതിന്റെ ക്രെഡിറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കാം. ഫസ്റ്റ് പേപ്പർ ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ ഫുള്ളി അവൈലബിൾ ആണ്, ക്രെഡിറ്റ് 6 ആണ്. യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ അഗെയിൻ ഫുള്ളി അവൈലബിൾ ആണ്, ക്രെഡിറ്റ് 6. ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ഫുള്ളി അവൈലബിൾ, ക്രെഡിറ്റ് 6. ബ്രിട്ടീഷ് പോയിട്രി ആൻഡ് ഡ്രാമ 14th century to 17th centuries തിയറി ഫുള്ളി അവൈലബിൾ 6 ക്രെഡിറ്റ്സ് ആണ്. എൻവയൺമെന്റൽ സ്റ്റഡീസ് അഗെയിൻ ഫുള്ളി അവൈലബിൾ ആണ്, 4 ക്രെഡിറ്റ്സ് ആണ്. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഫുള്ളി അവൈലബിൾ 4 ക്രെഡിറ്റ്സ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫുള്ളി അവൈലബിൾ 6 ക്രെഡിറ്റ്സ്. Indian Society, Images and Realities, fully available, 6 credits. Okay. ആൻഡ് ഇവിടെ കുറച്ച് പേപ്പേഴ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സെയിം നിങ്ങളുടെ 3 year പ്രോഗ്രാമിനുള്ള ഫസ്റ്റ് ഇയറിന്റെ അവൈലബിൾ ആയിട്ടുള്ള പേപ്പേഴ്സ് ആണ്. പക്ഷെ ഇവിടെ യെല്ലോ ആയിട്ട് കാണിക്കുന്നുണ്ടല്ലോ, തിയറി ഓർ മെറ്റീരിയൽസ് ഉണ്ട് എന്നുള്ളത്. അങ്ങനെ കാണിക്കാൻ കാരണം നമുക്ക് അവിടെ ഇവിടെ മെറ്റീരിയൽസ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന പേപ്പേഴ്സ് ആണ് യെല്ലോ കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇവിടെ നമുക്ക് ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള പേപ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് പേപ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്ലൈഡ് മെറ്റീരിയൽസ് ഓൺലി എത്തിക്സ് ആണ്, ലൈക് മെറ്റീരിയൽസ് ഓൺലി പേപ്പർ ആണ്, 6 ക്രെഡിറ്റ്സ് ആണ്. ജെൻഡർ സെൻസിറ്റൈസേഷൻ, സൊസൈറ്റി ആൻഡ് കൾച്ചർ ഫുള്ളി അവൈലബിൾ പേപ്പർ ആണ്, 6 ക്രെഡിറ്റ്സ് ആണ്. ഗവർണൻസ്, ഇഷ്യൂസ് ആൻഡ് ചാലഞ്ചസ് മെറ്റീരിയൽസ് ഓൺലി ആണ് ആൻഡ് 6 ക്രെഡിറ്റ്സ് ആണ്. ഫിലോസഫി ഓഫ് റിലിജിയൻ മെറ്റീരിയൽസ് ഓൺലി പേപ്പർ ആണ്, 6 ക്രെഡിറ്റ്സ് ആണ്. അണ്ടർസ്റ്റാൻഡിംഗ് BR അംബേദ്കർ മെറ്റീരിയൽസ് ഓൺലി ആണ്, 6 ക്രെഡിറ്റ്സ് ആണ്. വാട്ടർ ഹാർവെസ്റ്റിംഗ്, കൺസർവേഷൻ ആൻഡ് യൂട്ടിലൈസേഷൻ തിയറി മെറ്റീരിയൽസ് ഓൺലി ആണ്, 6 ക്രെഡിറ്റ്സ് ആണ്. ജനറൽ സൈക്കോളജി തിയറി മെറ്റീരിയൽസ് ഓൺലി, 6 ക്രെഡിറ്റ്സ്. യൂത്ത്, ജെൻഡർ ആൻഡ് ഐഡന്റിറ്റി മെറ്റീരിയൽസ് ഓൺലി ആണ്, 6 ക്രെഡിറ്റ്സ് ആണ്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നത് ഫുള്ളി അവൈലബിൾ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള ലൈവ് സെഷൻസ്, റെക്കോർഡ് സെഷൻസ്, മെറ്റീരിയൽസ് എല്ലാം
തരത്തിലും സപ്പോർട്ട് കൊടുക്കുന്ന പേപ്പറാണ്. ആൻഡ് യെല്ലോയിൽ പറഞ്ഞിരിക്കുന്നത് മെറ്റീരിയൽസ് മാത്രം സപ്പോർട്ട് കൊടുക്കുന്ന പേപ്പേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് BA-FEG, അതായത് BA ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞു 4 ഇയർ പ്രോഗ്രാം എടുത്തവർക്ക് ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഇവിടെ സപ്പോർട്ട് കൊടുക്കുന്ന പേപ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ ഫുള്ളി അവൈലബിൾ ആണ് 6 ക്രെഡിറ്റ്സ്. യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ ഫുള്ളി അവൈലബിൾ ആണ് 6 ക്രെഡിറ്റ്സ്. എൻവയൺമെന്റൽ സ്റ്റഡീസ് ഫുള്ളി അവൈലബിൾ ആണ് 4 ക്രെഡിറ്റ്സ്. വാല്യൂ എഡ്യൂക്കേഷൻ ഫുള്ളി അവൈലബിൾ ആണ് 6 ക്രെഡിറ്റ്സ്. പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് ഫുള്ളി അവൈലബിൾ ആണ് 4 ക്രെഡിറ്റ്സ്. ഓൺടർപ്രണർഷിപ്പ് ഫുള്ളി അവൈലബിൾ ആണ് 4 ക്രെഡിറ്റ്സ്. Indian Society, Images and Realities fully available ആണ് 6 credits. Disaster Management fully available ആണ് 6 credits. Computer Application and Business fully available ആണ് 4 credits. Logistics Management fully available ആണ് 4 credits. Emotional Intelligence fully available ആണ് 4 credits. Writing and Study Skills fully available paper ആണ് 4 credits ആണ്. Next is Data Analysis. ആ ഒരു പേപ്പർ നമുക്ക് മെറ്റീരിയൽസ് ഓൺലി ആണ്, മെറ്റീരിയൽസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 4 ക്രെഡിറ്റ് ഉള്ള പേപ്പറാണ്. ഓക്കെ, നെക്സ്റ്റ് സെറ്റ് ഓഫ് പേപ്പേഴ്സ് നമുക്ക് നോക്കാം. മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് മെറ്റീരിയൽസ് ഓൺലി ആണ് 6 ക്രെഡിറ്റ്സ് ആണ്. ഹിസ്റ്ററി ഓഫ് എൻവയൺമെന്റ് ഫുള്ളി അവൈലബിൾ ആണ് 6 ക്രെഡിറ്റ്സ് ആണ്. ജനറൽ സൈക്കോളജി മെറ്റീരിയൽസ് ഓൺലി ആണ് 6 ക്രെഡിറ്റ്സ് ആണ്. അപ്ലൈഡ് മെറ്റീരിയൽസ് ഓൺലി എത്തിക്സ് മെറ്റീരിയൽസ് ഓൺലി പേപ്പർ ആണ് 6 ക്രെഡിറ്റ്സ് ആണ്. അണ്ടർസ്റ്റാൻഡിംഗ് അംബേദ്കർ മെറ്റീരിയൽസ് ഓൺലി ആണ് 6 ക്രെഡിറ്റ്സ്. An introduction to machine translation materials only ആണ് 4 credits. Life skills theory paper ആണ്, like materials only ആണ് 4 credits. Developing emotional competence materials only 4 credits. Laboratory management skills materials only 4 credits. Tourism anthropology materials only 4 credits. Disability society and culture materials only 6 credits. Traditions and perception of craft in Bharat materials only ആണ് 4 credits. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട, ഗ്രീൻ മാർക്ക് ചെയ്തിട്ടുള്ളത് ഫുള്ളി അവൈലബിൾ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഫുള്ളി സപ്പോർട്ട് അവൈലബിൾ ആയിട്ടുള്ള പേപ്പറാണ്. യെല്ലോ മാർക്ക് ചെയ്തിട്ടുള്ളത് നമ്മൾ മെറ്റീരിയൽ സപ്പോർട്ട് മാത്രം കൊടുക്കുന്ന പേപ്പേഴ്സ് ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഈ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെന്ററോട് ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്ന. ഓക്കെ, അപ്പൊ നമ്മള് കണ്ടു എത്രത്തോളം പേപ്പേഴ്സ് ഇവിടെ നമുക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, അവൈലബിൾ ആണ് നമ്മൾ കണ്ടു. അതേപോലെ ഓരോ പേപ്പറിനും എത്രത്തോളം ക്രെഡിറ്റ്സ് ആണ് വരുന്നതെന്നും കണ്ടു. നിങ്ങളുടെ കോർ പേപ്പേഴ്സിന് 6 ക്രെഡിറ്റും ഇലക്ടീവ്സ് ആയിട്ട് വരുന്ന പേപ്പേഴ്സിന് 4 ക്രെഡിറ്റ്സ് ഒക്കെയാണ് വരുന്നത്. അതായത് എൻഹാൻസ്മെന്റ് പേപ്പേഴ്സിനൊക്കെ 4 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. നമ്മൾ അതിന്റെ ലിസ്റ്റ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഓരോ പേപ്പേഴ്സിനും ഞാൻ പറഞ്ഞു, ഓരോ പേപ്പേഴ്സും അതായത് ഇപ്പൊ നിങ്ങളൊരു സബ്ജക്ട് എടുക്കുകയാണെങ്കിൽ അതൊരു ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സെയിം ആ ബ്ലോക്സ് തന്നെ യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ക്ലാസ്സസ് ആപ്പിൽ കാണുന്നവരാണെങ്കിൽ അത് മനസ്സിലാവും. അപ്പം നമുക്ക് ഓരോ പേപ്പേഴ്സിന്റെ ബ്ലോക്സും യൂണിറ്റ്സും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പറഞ്ഞു തരാനായിട്ട് സുലേഖ മാമിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. മാം നമുക്കത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും. അതായത് ഞാൻ പറയണത് നിങ്ങൾക്ക് എത്ര ബ്ലോക്സ് ഉണ്ട് അല്ലെങ്കിൽ എത്ര യൂണിറ്റ്സ് ഉണ്ട് എന്നുള്ളതിനെ പറ്റി ഒരു ബ്രീഫ് ഐഡിയ മാം പറഞ്ഞുതരും. ഓക്കെ, ബ്ലോക്ക് ബൈ ബ്ലോക്കും യൂണിറ്റ് ബൈ യൂണിറ്റും ആയിരിക്കും നോക്കുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ലുക്ക് ഇൻ ടു BEGC 101. അതാണ് ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ. ഓക്കെ, BEGC 101ന്റെ കോഴ്സ് പ്രൊഫൈലാണ് നമ്മൾ നോക്കുന്നത്. ഓൾറെഡി പറഞ്ഞല്ലോ, നമുക്ക് ക്രെഡിറ്റ് വരുന്നത് 6 ആണ്. ഓക്കെ, കോർ പേപ്പർ ആണ്, അതിന്റെ ക്രെഡിറ്റ് 6 ആണ് വരുന്നത്. ആൻഡ് ഇതിന് 4 ബ്ലോക്സ് ആണുള്ളത്. ഓക്കെ, ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറിൽ 4 ബ്ലോക്സും അതിലേക്ക് വെച്ച് ഓരോ ബ്ലോക്കിലും വെച്ച് നോക്കുമ്പോൾ നമുക്ക് ടോട്ടൽ 16 യൂണിറ്റ്സും ആണ് വരുന്നത് കേട്ടോ. ക്രെഡിറ്റ് 6ഉം 4 ബ്ലോക്കും 16 യൂണിറ്റ്സും ഇതാണ് ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറിൽ വരുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് ബ്ലോക്ക് കാളിദാസ അഭിജ്ഞാന ശാകുന്തള. ഓക്കെ, ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് 4 യൂണിറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് ഇന്ത്യൻ എസ്തറ്റിക് ആൻഡ് ഇൻട്രഡക്ഷൻ ആണ്. ദെൻ യൂണിറ്റ് 2ലേക്ക് പോകുമ്പോൾ കാളിദാസ ആൻഡ് ഓവർവ്യൂ ആണ് വരുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് അഭിജ്ഞാന ശാകുന്തള ടെക്സ്ച്വൽ അനാലിസിസ് ആണ്. പിന്നെ യൂണിറ്റ് 4 അഭിജ്ഞാന ശാകുന്തളം ക്യാരക്ടർ അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ്. ഇങ്ങനെയാണ് ബ്ലോക്ക് 1ന്റെ ഒരു സ്ട്രക്ചർ കിടക്കുന്നത് കേട്ടോ. ബ്ലോക്ക് 1ൽ നമുക്ക് 4 യൂണിറ്റ്സ് ആണുള്ളത്. ബ്ലോക്ക് 1 കാളിദാസ അഭിജ്ഞാന ശാകുന്തള ആണ് കേട്ടോ. ഇനി ബ്ലോക്ക് 2ലേക്ക് പോകുമ്പോൾ നമുക്ക് വ്യാസ മഹാഭാരത ആണ് വരുന്നത്. അതിലും നമുക്ക് 4 യൂണിറ്റ്സ് ഉണ്ട്. യൂണിറ്റ് 1ല് ദ മഹാഭാരത ആൻഡ് ഓവർവ്യൂ ആണ് വരുന്നത്.
യൂണിറ്റ് 2 ദ ഡൈസിങ് ഫ്രം ദ ബുക്ക് ഓഫ് ദ അസംബ്ലി ഹാൾ വരുന്നുണ്ട്. ആൻഡ് ദെൻ യൂണിറ്റ് 3 പോകുമ്പോൾ ദ സീക്വൽ ടു ദ ഡൈസിങ് റീഡിംഗ് ആണ് വരുന്നത്. ഇനി യൂണിറ്റ് 4 ദ ടെംപ്ടേഷൻ ഓഫ് കർണ ഫ്രം ദ ഉദ്യോഗ പർവ. ഇങ്ങനെ 4 യൂണിറ്റ്സ് ആണ് ബ്ലോക്ക് 2 വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ബ്ലോക്ക് 3 and 4 നോക്കാം. ബ്ലോക്ക് 3 ശൂദ്രകന്റെ മൃച്ഛകടികയാണ്. മൃച്ഛകടികയിലും നമുക്ക് 4 യൂണിറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ശൂദ്രക ആൻഡ് ഹിസ് പ്ലേ മൃച്ഛകടിക ആൻഡ് ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ഇനി യൂണിറ്റ് 2 പോകുമ്പോൾ മൃച്ഛകടിക പ്ലോട്ട് സ്ട്രക്ചർ ആൻഡ് അനാലിസിസ് ആണ് വരുന്നത്. ഓക്കെ, ഇനി യൂണിറ്റ് 3 തീമാറ്റിക് കൺസേൺ ഇൻ ശൂദ്രകാസ് മൃച്ഛകടിക. ഓക്കെ, ഇനി യൂണിറ്റ് 4 മൃച്ഛകടിക ഫാസറ്റ്സ് ഓഫ് ക്യാരക്ടറൈസേഷൻ. ഇങ്ങനെ 4 യൂണിറ്റ്സ് ആണ് ശൂദ്രക മൃച്ഛകടികയിലും വരുന്നത് കേട്ടോ. ബ്ലോക്ക് 3 4 യൂണിറ്റ്സ് വരുന്നുണ്ട്. ഇനി ബ്ലോക്ക് 4 നോക്കുമ്പോൾ ശിലാപതികാരമാണ്. ശിലാപതികാരത്തിലും നമുക്ക് 4 യൂണിറ്റ്സ് ഉണ്ട്. ഇതിൽ യൂണിറ്റ് 1 നമുക്ക് വരുന്നത് സംഘം ലിറ്ററേച്ചർ ആൻഡ് ഇൻട്രഡക്ഷൻ ആണ്. യൂണിറ്റ് 2 പോകുമ്പോൾ ശിലാപതികാരൻ ടെക്സ്റ്റൽ അനാലിസിസ് ആണ്. യൂണിറ്റ് 3 പോകുമ്പോൾ ദ ഡിവൈൻ, ദ ഹ്യൂമൻ ആൻഡ് ദ ഇമ്മോർട്ടലൈസ്ഡ് ക്യാരക്ടേഴ്സ് ഇൻ ശിലാപതികാരം ആണ്. ഇനി യൂണിറ്റ് 4 പോകുമ്പോൾ അകം ആൻഡ് പുറം പോയട്രി ഇൻ ശിലാപതികാരം. ഇങ്ങനെയാണ് നമ്മുടെ BEGC 101 അതായത് ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറിന്റെ ഒരു സ്ട്രക്ചർ കണക്കുന്നത് കേട്ടോ. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് കുറേ ഉണ്ടെന്നൊന്നും വിചാരിക്കേണ്ട. ഇറ്റ്സ് വെരി ഈസി ടു ലേൺ. നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ ഓരോന്നിനെയും നമ്മൾ ഫോക്കസ് ചെയ്താണ് പഠിച്ചു പോവുക കേട്ടോ. ഇങ്ങനെ 4 ബ്ലോക്കാണ് BEGC 101 ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് 1 പോകുമ്പോൾ BEGC 102 ഇതാണ് നമ്മുടെ യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ. യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറിനും ഓൾറെഡി അനുശ്രീ മാം പറഞ്ഞ പോലെ 6 ക്രെഡിറ്റ്സും 6 ക്രെഡിറ്റ്സ് വരുന്നുണ്ട്. അതിലും 4 ബ്ലോക്സ് ആണുള്ളത്, 16 യൂണിറ്റ്സും ആണുള്ളത് കേട്ടോ. ഓക്കെ, അതിൽ ഫസ്റ്റ് 2 ബ്ലോക്സ് അതായത് ബ്ലോക്ക് 1 ഹോമർ ദ ഇലിയഡ്. ഇലിയഡിൽ വരുമ്പോൾ നമുക്ക് അതിൽ 4 യൂണിറ്റ്സ് വരുന്നുണ്ട്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 എന്ന് പറയുന്നത് അപ്രോച്ചിങ് ദ ഇലിയഡ്, ദ എപ്പിക് ആൻഡ് ദ ഹോമറിക് ട്രഡീഷൻ. ഇതാണ് യൂണിറ്റ് 1 വരുന്നത്. ഇനി യൂണിറ്റ് 2 പോകുമ്പോൾ ദ ഹോമറിക് ഹീറോ ആണ് വരുന്നത് കേട്ടോ. യൂണിറ്റ് 3 വാർ ഇൻ ദ ഹോമറിക് ഏജ്, ഓണർ വേഴ്സസ് ഹൊറർ ഇങ്ങനെയാണ് വരുന്നത്. ആൻഡ് യൂണിറ്റ് 4 പോകുമ്പോൾ ടുവേർഡ്സ് എ പൊളിറ്റിക്കൽ എത്തിക്സ്, മോറൽ ഫിലോസഫി ഓർ കൾച്ചറൽ നോബ്സ് ഇങ്ങനെയാണ് ഫസ്റ്റ് ബ്ലോക്കിൽ BEGC 102 ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്നത്. ഇനി ബ്ലോക്ക് 2 പോകുമ്പോൾ സോഫക്കിൾസിന്റെ ഇഡിപ്പസ് റെക്സ് ആണ്. അതിലും നമുക്ക് 4 യൂണിറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് യൂണിറ്റിലേക്ക് വരുമ്പോൾ ഗ്രീക്ക് തിയേറ്റർ, മേജർ പ്ലേ റൈറ്റ്സ്. ഇനി യൂണിറ്റ് 2 പോകുമ്പോൾ ഇഡിപ്പസ് റെക്സ്, സമ്മറി ആൻഡ് അനാലിസിസ് ആണ്. ഇനി യൂണിറ്റ് 3 വരുമ്പോൾ ഇഡിപ്പസ് റെക്സ് ആൻഡ് അരിസ്റ്റോട്ടൽസ് 3 യൂണിറ്റീസ് ഇത്രയാണ്. പിന്നെ യൂണിറ്റ് 4 പോകുമ്പോൾ ഇഡിപ്പസ് റെക്സ്, ക്ലാസിക്കൽ ആൻഡ് എ മോഡേൺ ട്രാജഡി. ഇങ്ങനെയാണ് ഫസ്റ്റ് 2 ബ്ലോക്സിന്റെ സ്ട്രക്ചർ കേട്ടോ. ഫസ്റ്റ് 2 ബ്ലോക്കിലും 4 വെച്ച് 4 യൂണിറ്റ്, മൊത്തം 8 യൂണിറ്റ്സ് ആണുള്ളത് കേട്ടോ. ഫസ്റ്റ് ബ്ലോക്കിൽ ദ ഇലിയഡും സെക്കൻഡ് ബ്ലോക്കിൽ ഇഡിപ്പസ് റെക്സും ആണ്. ഇനി ഇതിന്റെ ബാക്കി 2 ബ്ലോക്സ്, ഫസ്റ്റ് വരുന്നത് പ്ലാറ്റസ് പോട്ട് ഓഫ് ഗോൾഡ് ആണ്. ബ്ലോക്ക് 3 കേട്ടോ. ബ്ലോക്ക് 3 4 യൂണിറ്റ്സ് ഉണ്ട്. യൂണിറ്റ് 1 റോമൻ കോമഡി, യൂണിറ്റ് 2 പോട്ട് ഓഫ് ഗോൾഡ് ഫസ്റ്റ്, യൂണിറ്റ് 3 പോട്ട് ഓഫ് ഗോൾഡ് സെക്കൻഡ്, യൂണിറ്റ് 4 പോട്ട് ഓഫ് ഗോൾഡ് ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ്സ് ആണ് വരുന്നത് കേട്ടോ. ഇനി ബ്ലോക്ക് 4 വരുമ്പം ഹൊറൈസ് ആൻഡ് ഓവിഡ് ആണ്. യൂണിറ്റ് 1 റോമൻ ലിറ്ററേച്ചർ ആൻഡ് ഇൻട്രഡക്ഷൻ, യൂണിറ്റ് 2 ഹൊറൈസ് ലൈഫ് ആൻഡ് വർക്ക്സ്, യൂണിറ്റ് 3 ഹൊറൈസ് ടെക്സ്റ്റൽ അനാലിസിസ് ഓഫ് സെറ്റയർ, പിന്നെ യൂണിറ്റ് 4 ഓവിഡ് ലൈഫ്, ലിറ്ററേച്ചർ, വർക്ക്സ് ആൻഡ് ബാക്കസ് ബുക്ക് 3. ഇങ്ങനെയാണ് മൊത്തം സ്ട്രക്ചർ വരുന്നത് കേട്ടോ. BEGC 101 നോവൽ. യൂണിറ്റ് 1 ദ ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ, യൂണിറ്റ് 2 എ ടൈഗർ ഓഫ് മാൽഗുഡി ഡീറ്റെയിൽഡ് സമ്മറി, ദെൻ യൂണിറ്റ് 3 എ ടൈഗർ ഓഫ് മാൽഗുഡി അനാലിസിസ്, ആൻഡ് യൂണിറ്റ് 4 എ ടൈഗർ ഓഫ് മാൽഗുഡി സ്റ്റൈൽ ആൻഡ് ക്യാരക്ടറൈസേഷൻ. ഇങ്ങനെയാണ് ഫസ്റ്റ് ബ്ലോക്കിൽ 4 യൂണിറ്റ്സ് വരുന്നത്. ഇനി ബ്ലോക്ക് 2 പോകുമ്പോൾ ദ ബൈൻഡിങ് വൈൻ, ഇതിലും 4 യൂണിറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് യൂണിറ്റ് 1 ഇൻട്രഡക്ഷൻ ടു ദ നോവൽ, യൂണിറ്റ് 2 ദ ബൈൻഡിങ് വൈൻ സമ്മറി ആൻഡ് അനാലിസിസ്, യൂണിറ്റ് 3 ദ ബൈൻഡിങ് വൈൻ തീംസ്, യൂണിറ്റ് 4 ദ ബൈൻഡിങ് വൈൻ ക്യാരക്ടറൈസേഷൻ. ഇങ്ങനെയാണ് ഫസ്റ്റ് ബ്ലോക്കും സെക്കൻഡ് ബ്ലോക്കും വരുന്നത്. BEGC 102 കേട്ടോ. ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ആണ്. ഇനി നമുക്ക് 103 ആണ്. ഇനി നമുക്ക്
നെക്സ്റ്റ് 2 ബ്ലോക്സും കൂടി ഉണ്ട് അല്ലേ? തേർഡ് ബ്ലോക്കും ഉണ്ട്, ഫോർത്ത് ബ്ലോക്കും ഉണ്ട്. തേർഡ് ബ്ലോക്ക് പോയിട്രി ആണ്. പോയിട്രിയിൽ ഫസ്റ്റ് വരുന്നത് നമുക്ക് യൂണിറ്റ് 1 സരോജിനി നായിഡു ആണ്. യൂണിറ്റ് 2 നിസിം സക്കീലാണ് വരുന്നത്. യൂണിറ്റ് 3 AK രാമാനുജനാണ് വരുന്നത്. യൂണിറ്റ് 4 കമലാദാസും. ഇങ്ങനത്തെ 4 പോയറ്റ്സിൻ്റെതാണ് നമുക്ക് പോയട്രിയിലുള്ളത് കേട്ടോ, ബ്ലോക്ക് 3. ഇനി ബ്ലോക്ക് 4 പോകുമ്പം ഷോർട്ട് സ്റ്റോറിയാണ്. യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു ദ ഷോർട്ട് സ്റ്റോറി. യൂണിറ്റ് 2 ദ ലോസ്റ്റ് ചൈൽഡ് ബൈ മുൽഖരാജ് ആനന്ദ്. ദെൻ യൂണിറ്റ് 3 ദ അതർ വുമൻ ബൈ ദിന മെഹ്ത. യൂണിറ്റ് 4 സ്വിമ്മിംഗ് ലെസൺസ് ബൈ റോഹിൻടൺ മിശ്രി. ഇങ്ങനെ ആണ് 4 ബ്ലോക്സ് BEGC 103 ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിൽ വരുന്നത്. ഓക്കെ ആണല്ലോ അല്ലെ? ഇനി നമുക്ക് വരുന്ന അടുത്ത പേപ്പർ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പോയട്രി ആൻഡ് ഡ്രാമ 14th to 17th century. ഇത് BEGC 104 ആണ്. ഓക്കെ, ഇതിനും നമുക്ക് അനുശ്രീ മാം നേരത്തെ പറഞ്ഞു അല്ലെ, 6 നമ്മുടെ കോർ പേപ്പേഴ്സിന്റെ ഒക്കെ ക്രെഡിറ്റ് വരുന്നത്. 6 ക്രെഡിറ്റ്സ് ആണ്, 4 ബ്ലോക്സ് ആണ്, 16 യൂണിറ്റ്സ് ആണ്. ഓക്കെ, ഇനി ഇത് BFEGക്കാർക്കില്ല കേട്ടോ, BAEGHന്റെ കോർ പേപ്പർ ആണ്. ഇതിൽ നമുക്ക് ഫസ്റ്റ് ബ്ലോക്ക് വരുന്നത് ചോസർ ആൻഡ് സ്പെൻസർ ആണ്. യൂണിറ്റ് 1 ചോസർ ലൈഫ് ആൻഡ് വർക്ക്സ്. യൂണിറ്റ് 2 ദ വൈഫ് ഓഫ് ബാത്സ് പ്രലോഗ്. യൂണിറ്റ് 3 സ്പെൻസർ ലൈഫ് ആൻഡ് വർക്ക്സ്. യൂണിറ്റ് 4 അമററ്റി സോണറ്റ്സും ആണ് വരുന്നത് കേട്ടോ. ഇനി ബ്ലോക്ക് 2 വരുമ്പോൾ ഷേക്സ്പിയർ ആൻഡ് ഡൺ ആണ് വരുന്നത്. യൂണിറ്റ് 1 ഷേക്സ്പിയർ ലൈഫ് ആൻഡ് വർക്ക്സ്. യൂണിറ്റ് 2 ഷേക്സ്പിയേഴ്സ് സോണറ്റ് 1855 65 ഇങ്ങനെ സോണറ്റ്സ് വരുന്നുണ്ട്. യൂണിറ്റ് 3 വരുമ്പോൾ ജോൺ ഡണ്ണിന്റെ ലൈഫ് ആൻഡ് വർക്ക്സ് ആണ് വരുന്നത്. യൂണിറ്റ് 4 ഡൺ ദ സൺ റൈസിംഗ് ആൻഡ് ദ ഡെത്ത് ബി നോട്ട് പ്രൗഡ്. ഇത്രയാണ് ഫസ്റ്റ് 2 ബ്ലോക്സിൽ വരുന്നത് കേട്ടോ. ഇനി നമുക്ക് അതിന്റെ ബ്ലോക്ക് 3 ആൻഡ് ബ്ലോക്ക് 4. ബ്ലോക്ക് 3 4 യൂണിറ്റ്സ് ആണ്, ബ്ലോക്ക് 4 4 യൂണിറ്റ്സ് ആണ്. ബ്ലോക്ക് 3 വരുന്നത് മാർലോ ഡോക്ടർ ഫോസ്റ്റേഴ്സ് ആണ്. ഓക്കെ, മാർലോന്റെ ഡോക്ടർ ഫോസ്റ്റേഴ്സ് ആണ് നമുക്ക് ബ്ലോക്ക് 3 ഉള്ളത്. യൂണിറ്റ് 1 വരുമ്പോൾ മാർലോ ലൈഫ് ആൻഡ് വർക്ക്സ്. യൂണിറ്റ് 2 വരുമ്പോൾ ടെക്സ്റ്റൽ അനാലിസിസ് ആണ്. യൂണിറ്റ് 3 വരുമ്പോൾ ഇതിന്റെ തീംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. യൂണിറ്റ് 4 അതിന്റെ ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ്സും റീടെല്ലിങ്സും ആണ് നോക്കാനുണ്ടാവുക കേട്ടോ. ഇനി ബ്ലോക്ക് 4 വരുമ്പോൾ ഷേക്സ്പിയറിന്റെ മാക്ബത്ത് ആണ്. മാക്ബത്തിൽ യൂണിറ്റ് 1 എന്ന് പറയുന്നത് മാക്ബത്ത് ആൻ ഇൻട്രൊഡക്ഷൻ ആണ്. യൂണിറ്റ് 2 മാക്ബത്ത് പാർട്ട് 1. യൂണിറ്റ് 3 മാക്ബത്ത് പാർട്ട് 2 ആൻഡ് യൂണിറ്റ് 4 മാക്ബത്ത് ക്രിട്ടിക്കൽ റെസ്പോൺസസ്. ഇങ്ങനെയാണ് BEGC 104ന്റെ സ്ട്രക്ചർ ഇരിക്കുന്നത് കേട്ടോ. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? കുറെ ഉണ്ടെന്നൊന്നും വിചാരിക്കേണ്ട, നമുക്ക് പഠിക്കുമ്പോൾ വെരി ഈസി ടു ലേൺ ആണ് കേട്ടോ നമ്മുടെ സബ്ജക്ട്സ് ഒക്കെ. ഇനി നമുക്ക് കോസ്റ്റ് പ്രൊഫൈൽ നോക്കാനുള്ളത് BEVAE 181. ഇത് ഏതാണ്? എൻവയോൺമെന്റൽ സ്റ്റഡീസ് ആണ് കേട്ടോ. ഇതിന്റെ ക്രെഡിറ്റ് വരുന്നത് 4 ആണ്. ഇതിൽ ബ്ലോക്സും 4 ആണ്, 14 യൂണിറ്റ്സ് ആണുള്ളത്. ഓക്കെ, ഇനി എൻവയോൺമെന്റൽ സ്റ്റഡീസിലേക്ക് വരുമ്പോൾ അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്നത് ഇൻട്രോ ടു എൻവയോൺമെന്റ്. യൂണിറ്റ് 1 എൻവയോൺമെന്റ്. യൂണിറ്റ് 2 എക്കോസിസ്റ്റംസ്. യൂണിറ്റ് 3 മേജർ എക്കോസിസ്റ്റംസ്. ഇങ്ങനെ 3 യൂണിറ്റ്സ് ആണ് ബ്ലോക്ക് 1 വരുന്നത്. ഇനി ബ്ലോക്ക് 2 നാച്ചുറൽ റിസോഴ്സസ്. നാച്ചുറൽ റിസോഴ്സസിൽ നമുക്ക് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് യൂണിറ്റ് 1 വരുന്നത്, ബ്ലോക്ക് 2 യൂണിറ്റ് 1 വരുന്നത് ലാൻഡ് ആൻഡ് വാട്ടർ റിസോഴ്സസ്. യൂണിറ്റ് 2 വരുന്നത് ഫോറസ്റ്റ് റിസോഴ്സസ്. യൂണിറ്റ് 3 വരുന്നത് ബയോഡൈവേഴ്സിറ്റി, വാല്യൂ ആൻഡ് സർവീസസ്. യൂണിറ്റ് 4 വരുന്നത് എനർജി റിസോഴ്സസ്. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇതില് ബ്ലോക്ക് 3 ബ്ലോക്ക് 4. ബ്ലോക്ക് 3 എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആണ്. അതിൽ യൂണിറ്റ് 1 ബയോഡൈവേഴ്സിറ്റി, ത്രെറ്റ്സ് ആൻഡ് കൺസർവേഷൻ. യൂണിറ്റ് 2 എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആൻഡ് ഹസാർഡ്സ്. യൂണിറ്റ് 3 വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് യൂണിറ്റ് 4 ഗ്ലോബൽ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആണ്. ബ്ലോക്ക് 4 പോകുമ്പോൾ പ്രൊട്ടക്ടിങ് അവർ എൻവയോൺമെന്റ് ആണ് വരുന്നത്. അതിൽ യൂണിറ്റ് 1 എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ ലെജിസ്ലേഷൻ. യൂണിറ്റ് 2 എന്ന് പറയുന്നത്, യൂണിറ്റ് 3 എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ എത്തിക്സ്. ഇങ്ങനെയാണ് അതിന്റെ ഒരു സ്ട്രക്ചർ പോകുന്നത് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ കോഡ് EGAE 182. ഓക്കെ, ഇതിലും ക്രെഡിറ്റ് 4 ആണ്. 3 ബ്ലോക്സേ ഉള്ളൂ ആൻഡ് 11 യൂണിറ്റ്സും ആണ് വരുന്നത് കേട്ടോ. 3 ബ്ലോക്സിലും കൂടെ 11 യൂണിറ്റ്സ് ആണ്. ഇതിൽ ബ്ലോക്ക് 1 അണ്ടർസ്റ്റാൻഡിങ് കോംസ്. ഇതിൽ യൂണിറ്റ് 1 പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. യൂണിറ്റ് 2 ഗ്ലോബലൈസേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ. യൂണിറ്റ് 3 വെർബൽ ആൻഡ് നോൺ വെർബൽ. ഓക്കെ, ഇങ്ങനെയാണ്
ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്നത്. ഇനി സെക്കൻഡ് ബ്ലോക്കിലേക്ക് പോകുമ്പം ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് ആണ് വരുന്നത്. ഫസ്റ്റ് യൂണിറ്റ് 1 ഇൻഫോർമൽ ഇന്റർപേഴ്സണൽ, യൂണിറ്റ് 2 മേക്കിംഗ് എൻക്വയറീസ്, യൂണിറ്റ് 3 ഗ്രൂപ്പ് ഡിസ്കഷൻസ്, യൂണിറ്റ് 4 പ്രസന്റേഷൻ സ്കിൽസ്. ഇങ്ങനെയാണ് ബ്ലോക്ക് 2 പോകുന്നത് കേട്ടോ. ഇനി ബ്ലോക്ക് 3 നോക്കുമ്പോൾ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ആണ് വരുന്നത്. അതിൽ യൂണിറ്റ് 1 എന്ന് പറയുന്നത് ദ റീഡിംഗ് സ്കില്ലാണ്, യൂണിറ്റ് 2 എന്ന് പറയുന്നത് വൊക്കാബുലറി ഡെവലപ്മെന്റ് ആണ്, യൂണിറ്റ് 3 എന്ന് പറയുന്നത് ദ റൈറ്റിംഗ് സ്കിൽ, ആൻഡ് യൂണിറ്റ് 4 എന്ന് പറയുന്നത് ലാംഗ്വേജ് ഓഫ് ഫോർമൽ ലെറ്റേഴ്സ്. ഇങ്ങനെയാണ് നമുക്ക് പോകുന്നത് കേട്ടോ. ഇനി അടുത്തത് വാല്യൂ എഡ്യൂക്കേഷൻ. വാല്യൂ എഡ്യൂക്കേഷൻ നമുക്ക് BA FEGക്ക് മാത്രമേ ഉള്ള പേപ്പറാണ്. ഇതിന്റെ കോഡ് എന്ന് പറയുന്നത് BEDSV 101. ഇതിനും 6 ക്രെഡിറ്റ്സ് വരുന്നുണ്ട്. ബ്ലോക്ക് 4 എണ്ണാണ്. 17 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഓക്കെ, 17 യൂണിറ്റ്സ് ആണ് വരുന്നത് കേട്ടോ. ഇനി ഇതിന്റെ സ്ട്രക്ചർ ഫസ്റ്റ് ബ്ലോക്ക് ആൻഡ് സെക്കൻഡ് ബ്ലോക്ക്. ഫസ്റ്റ് ബ്ലോക്കിൽ കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്, യൂണിറ്റ് 1 social malaise and need for value education, unit 2 concept of morality, യൂണിറ്റ് 3 ഡയമെൻഷൻ ഓഫ് മൊറാലിറ്റി, യൂണിറ്റ് 4 പില്ലേഴ്സ് ഓഫ് ഡെമോക്രസി. ഇങ്ങനെ 4 യൂണിറ്റ്സ് ആണ് ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് വരുന്നത്. ഇനി ബ്ലോക്ക് 2 വരുമ്പോൾ ചേഞ്ചിങ് കൾച്ചർ ആണ്. ചേഞ്ചിങ് കൾച്ചറിലും നമുക്ക് 4 യൂണിറ്റ്സ് ഉണ്ട്. യൂണിറ്റ് 1 ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹ്യൂമൻ വാല്യൂസ്, യൂണിറ്റ് 2 വാല്യൂസ് ഇൻ ഇന്ത്യൻ ഫിലോസഫി, യൂണിറ്റ് 3 കൾച്ചറൽ പ്ലൂറലിസം ഇൻ സൊസൈറ്റി, യൂണിറ്റ് 4 വാല്യൂസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇനി ഇതിൽ 3 and 4 ബ്ലോക്ക് 3 തിയററ്റിക്കൽ ഫൗണ്ടേഷൻസ് ആണ്. അതിൽ യൂണിറ്റ് 1 വരുന്നത് തിയറീസ് ഓഫ് ഗുഡ്നസ്, യൂണിറ്റ് 2 തിയറീസ് ഓഫ് കണ്ടക്ട്, യൂണിറ്റ് 3 റീസൺ ആൻഡ് ഇമോഷൻസ്, യൂണിറ്റ് 4 ക്യാരക്ടർ ആൻഡ് പേഴ്സണാലിറ്റി. ഇങ്ങനെയാണ് ബ്ലോക്ക് 3 പോകുന്നത്. ഇനി ബ്ലോക്ക് 4 പോകുമ്പോൾ സോഷ്യൽ ഡൈനമിക്സ് ആണ്. ഇതിൽ യൂണിറ്റ് 1 എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ, യൂണിറ്റ് 2 എന്ന് പറയുന്നത് സോഷ്യൽ ഇന്ററാക്ഷൻ, യൂണിറ്റ് 3 എന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റ് ആൻഡ് റെസൊല്യൂഷൻ, യൂണിറ്റ് 4 പ്രോസസ് ഓഫ് ഹ്യൂമൻ അഡ്ജസ്റ്റ്മെന്റ്, ആൻഡ് യൂണിറ്റ് 5 സോഷ്യൽ ലിങ്കേജസ്. ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, ഇനി ഇതാണ് ഫോക്കസ് ടേം സമ്മറി മെട്രിക്സ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ അതേ കാര്യങ്ങളാണ്. നമ്മുടെ കോഴ്സ്, അതിന്റെ ടൈപ്പ്, അതിന്റെ ക്രെഡിറ്റ്, ബ്ലോക്ക്, യൂണിറ്റ്സ്, ഇത്രയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. BEGC 101 വരുമ്പോൾ ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ ആണെന്ന് നമുക്കറിയാം. അത് നമ്മുടെ കോർ പേപ്പർ ആണ്. അതിന്റെ ക്രെഡിറ്റ് വരുന്നത് 6 ആണ്. അതിൽ 4 ബ്ലോക്സ് ഉണ്ട്, 16 യൂണിറ്റ്സ് ഉണ്ട് മൊത്തം. ഇനി BEGC 102 യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ ആണ്, കോർ പേപ്പർ ആണെന്ന് അറിയാം. ക്രെഡിറ്റ് 6 ആണ്. അതിന്റെ ബ്ലോക്ക് വരുന്നത് 4 ആണ്, യൂണിറ്റ്സും 16. ഓക്കെ, ഇനി വരുന്നത് BEGC 103 ഇന്ത്യൻ റൈറ്റിംഗ്. ഇത് BEGH മാത്രം വരുന്ന പേപ്പേഴ്സ് ആണ് കേട്ടോ. 2 കോർ പേപ്പേഴ്സ്, ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷും ബ്രിട്ടീഷ് പോയട്രി ആൻഡ് ഡ്രാമ 14th to 17th സെഞ്ചുറിയും. BEGH മാത്രം 3 ഇയർ കോഴ്സിന് വരുന്ന പേപ്പേഴ്സ് ആണ്, കോർ പേപ്പേഴ്സ് ആണ്. അതിൽ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിൽ കോർ പേപ്പർ ആണെന്ന് നമുക്കറിയാം. ക്രെഡിറ്റ് 6 ആണ്, 4 ബ്ലോക്സ് ആണ്, 16 യൂണിറ്റ്സ് ആണ്. ഇനി BEGC 104 വരുമ്പോൾ ബ്രിട്ടീഷ് പോയട്രിയിൽ കോർ പേപ്പർ ആണ്, 6 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്, 4 ബ്ലോക്സ് ആൻഡ് 16 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഇനി BEVAE 181 എൻവയോൺമെന്റൽ സ്റ്റഡീസ് ആണ്, AEC ആണ്. അതായത് നമ്മുടെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ആണ്. അതിൽ നമുക്ക് ക്രെഡിറ്റ് വരുന്നത് 4 ആണ്, 4 ബ്ലോക്സ് വരുന്നുണ്ട്, 14 യൂണിറ്റ്സ് വരുന്നുണ്ട്. BEGAE 182 ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ്. ഇതും നമ്മുടെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സിൽ വരുന്നതാണ്. 4 ക്രെഡിറ്റ് വരുന്നത്, 3 ബ്ലോക്സ് ആൻഡ് 11 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഇനി BEDSV 101 വാല്യൂ എഡ്യൂക്കേഷൻ ആണ്. ഇത് BFEGന്റെ പേപ്പർ ആണ്, വാല്യൂ ആഡഡ് കോഴ്സ് ആണ്. ഇതിൽ ക്രെഡിറ്റ് വരുന്നത് 6 ആണ്, 4 ബ്ലോക്സ് ആണ്, 17 യൂണിറ്റ്സ് ആണ്. ഇങ്ങനെയാണ് നമ്മുടെ പേപ്പേഴ്സിന്റെ ഒരു സ്ട്രക്ചർ കിടക്കുന്നത്. അപ്പം സുലേഖ മാം, ഇപ്പൊ നമുക്ക് എത്ര പേപ്പേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ആ പേപ്പേഴ്സിന് എത്ര ക്രെഡിറ്റ്സ് വരും, അതേപോലെ എത്ര ബ്ലോക്സ് ഉണ്ട്, എത്ര യൂണിറ്റ്സ് ഉണ്ട് എന്നൊക്കെ ജസ്റ്റ് ബ്രീഫ് ആയിട്ട് ഒരു ഐഡിയ തന്നു. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. മാം പറഞ്ഞ പോലെ ഇപ്പൊ ജസ്റ്റ് ഇത്രയും ചിന്തിച്ചാൽ മതി. നമുക്ക് ഓരോ പേപ്പേഴ്സിനും ഓരോ ക്രെഡിറ്റ്സ് ഉണ്ട്, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. പിന്നെ ഓരോ സബ്ജക്ട്സിനും ആ ഒരു പോർഷൻ അല്ലെങ്കിൽ സിലബസ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ബ്ലോക്സ് ആയിട്ടാണ്. ബ്ലോക്സ് തന്നെ യൂണിറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അത്രേ ഉള്ളൂ കാര്യം കേട്ടോ. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അസൈൻമെന്റ്സ് ആണ്. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഓരോ ഇയറിലും നിങ്ങൾക്ക് അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യാനാണ്. എക്സാമിന്റെ മുന്നേ, നിങ്ങൾക്ക് ഇയർലി ആയിട്ടാണ് എക്സാം വരുന്നത്. അപ്പൊ എക്സാമിന്റെ തൊട്ട് മുന്നേ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുക.
അതായത് നിങ്ങളിപ്പോ ജാൻ ബാച്ച് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ജാനുവരി 26 സൈക്കിള് രജിസ്ട്രേഷൻ കഴിഞ്ഞ് അഡ്മിഷൻ എടുത്തവരായതുകൊണ്ട് നിങ്ങൾക്ക് ലൈക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുണ്ടാവുക ഒരു സെപ്റ്റംബർ ആ ടൈമൊക്കെ വരുമ്പോഴായിരിക്കും. പക്ഷെ നിങ്ങൾ അതിന് മുന്നേ അസൈൻമെന്റ്സ് എഴുതി തുടങ്ങണം. കാരണം നമുക്ക് ഇപ്പൊ ഫസ്റ്റ് ഇയേഴ്സ് ആണ്, BA ഇംഗ്ലീഷ് ആയാലും BA FEG കോഴ്സസ് ഉണ്ടല്ലോ, അതായത് 4-year പ്രോഗ്രാം ആയാലും 3-year പ്രോഗ്രാം ആയാലും നിങ്ങൾക്ക് 8 പേപ്പേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ ആ 8 പേപ്പേഴ്സിന്റെയും അസൈൻമെന്റ്സ് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പൊ നിങ്ങൾ അസൈൻമെന്റ്സ് ആപ്പിൽ വന്ന് തുടങ്ങുമ്പോഴേ നിങ്ങൾ ആ അസൈൻമെന്റ്സ് ഓരോന്നായിട്ട് എഴുതി തുടങ്ങണം. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഓൾറെഡി ആപ്പിൽ അസൈൻമെന്റ്സ്, അതായത് അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പറും അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക് ഒക്കെ റിലീസ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങളുടെ പേപ്പേഴ്സ് റിലീസ് ചെയ്യുന്ന അനുസരിച്ച് നിങ്ങൾ അത് എഴുതി തുടങ്ങും. ഓക്കെ, സോ അസൈൻമെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് അസൈൻമെന്റിന്റെ മാർക്ക് ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്ക്. ബിക്കോസ് എക്സാമിന്റെ മാർക്കും അസൈൻമെന്റിന്റെ മാർക്കും കൂടെ നിങ്ങൾക്ക് എന്താ പറയുക, അതാണ് നിങ്ങളുടെ ഒരു എന്താ നെക്സ്റ്റ് ഇതിലേക്കുള്ള പാസ് പെർസെൻറ്റേജ് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ അസൈൻമെന്റ്സ് ആയാലും എക്സാമിലായാലും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പാസ് ആവുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ആൻഡ് ഓൾസോ ഇപ്പൊ അസൈൻമെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടാണ് വരിക. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സബ്ജക്ട്, ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആണെങ്കിൽ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നിങ്ങൾക്ക് അസൈൻമെന്റ് ആയിട്ട് വരിക. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ അത് സോൾവ് ചെയ്യുക, അതിന്റെ ആൻസേഴ്സ് എഴുതി കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ അസൈൻമെന്റ്. അപ്പൊ അത് എത്രത്തോളം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു വെച്ചാൽ, ഇപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യന് നിങ്ങൾ എഴുതി, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് നിങ്ങൾ അതിനെ എഴുതുകയാണ്, സോൾവ് ചെയ്യുകയാണ്. അപ്പൊ അവിടെ നിങ്ങളുടെ ആൻസർ റൈറ്റിംഗ് സ്കില്ലാണ് ഡെവലപ്പ് ആവുന്നത്. അത് നമുക്ക് എപ്പോഴാണ് യൂസ്ഫുൾ ആവുക, നമ്മുടെ എക്സാംസിനാണ്. അപ്പം അതുകൊണ്ട് തന്നെ എക്സാമിന് തൊട്ട് മുന്നേ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ അസൈൻമെന്റ്സ് എല്ലാം, നിങ്ങളുടെ 8 പേപ്പേഴ്സിന്റെ അസൈൻമെന്റ്സും നിങ്ങൾ എഴുതി സബ്മിറ്റ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഓക്കെ, ആൻഡ് ഓൾസോ നമ്മളെ സബ്മിഷൻ ലേറ്റ് ആവും തോറും അത് കുറച്ച് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് എക്സാമിന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം ലേറ്റ് ആവും, അങ്ങനെയുള്ളൊരു ഇഷ്യൂസ് ഒക്കെ ക്രിയേറ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രോപ്പർ ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്യുക. നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്റ്റഡി സെന്ററിലാണ്. അപ്പം അത് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഓക്കെ, അത്രത്തോളം ഇമ്പോർട്ടൻസ് അസൈൻമെന്റ്സിനുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ഓക്കെ, അസൈൻമെന്റ്സ് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ആപ്പിൽ റിലീസ് ചെയ്യും. അതായത് ലേൺവൈസിന്റെ ആപ്പിൽ ക്വസ്റ്റ്യൻ പേപ്പറും പിന്നെ ആൻസർ ഗൈഡ് ബുക്ക് ഒക്കെ റിലീസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇനി ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പ്രിന്റ് ഔട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഒബ്വിയസ്ലി നിങ്ങൾ ആൻസർ എഴുതിയിട്ടാണല്ലോ കൊടുക്കുക. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ അറ്റാച്ച് ചെയ്തിട്ടാണ് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ, അതായത് നമ്മുടെ ഒഫീഷ്യൽ ഇഗ്നോ വെബ്സൈറ്റിൽ പോകാവുന്നതാണ്. നമുക്ക് അവിടെ സ്റ്റുഡന്റ് സർവീസസിൽ പോയി കഴിഞ്ഞാൽ ഈ ഇമേജിൽ കാണുന്ന പോലെ ഡൗൺലോഡ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അസൈൻമെന്റ്, കറന്റ് അസൈൻമെന്റ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയി വരുന്നതാണ്, അസൈൻമെന്റ് ലിസ്റ്റ് ഒക്കെ വെച്ചിട്ട്. ഇവിടെ ഒരു ജസ്റ്റ് ബോക്സ് പോലെ കണ്ടുള്ളൂ. അപ്പൊ ഇവിടെ ഓരോരോ പേപ്പറിന്റെ പേപ്പർ കോഡാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഓരോരോ പേപ്പറിനും ഓരോരോ കോഡ് ഉണ്ട്. ഇപ്പൊ BEGC 101, 102 എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് കോഡ്. അപ്പൊ ആ കോഡുകളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇത് വലിയൊരു ടേബിളാണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ സെർച്ച് ചെയ്ത് വരുമ്പോൾ നല്ല ടൈം എടുക്കും. അപ്പൊ ഇവിടെ ഒരു സെർച്ച് ബാർ ഉണ്ട്. സെർച്ചിനുള്ള സ്പേസ് ഉണ്ട്. അവിടെ പോയിട്ട് എന്താണ് നിങ്ങളുടെ പേപ്പർ കോഡ്, നിങ്ങൾക്ക് ഏത് അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണോ വേണ്ടത് ആ സബ്ജക്റ്റിന്റെ പേപ്പർ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ സെർച്ച് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ അവിടെ വന്നോളൂ. അതായത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ജൂലൈ 25, Jan 26 എന്ന് പറയുന്ന സെഷന്റെ അസൈൻമെന്റ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, ആൻഡ് അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അത്രയും ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ കാര്യത്തിൽ ഡൗട്ടോ മറ്റോ വരുവാണെങ്കിൽ നിങ്ങൾക്ക് മെന്ററെ കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആൻഡ് ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് ഞാൻ തുടക്കത്തിലെ പറഞ്ഞ പോലെ സിലബസ് നമ്മളൊന്ന് മനസ്സിലാക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ സിലബസ് മനസ്സിലാക്കുക എന്നുള്ളത് ഇത്ര ഇമ്പോർട്ടന്റ് ആവാൻ കാരണം? ബിക്കോസ് സിലബസ് മനസ്സിലാക്കിയാലാണ് നമുക്ക് അതിനനുസരിച്ച് പഠനം പ്ലാൻ ചെയ്യാൻ പറ്റുക, അല്ലേ? ആൻഡ് ഈ പഠനം പ്ലാൻ ചെയ്യണമെങ്കിൽ നമുക്ക് അതിന് നമ്മുടെ കയ്യിൽ കുറച്ച് റിസോഴ്സസ് വേണം. അതായത് നമുക്ക് കുറച്ച് ക്ലാസ്സസ് അവൈലബിൾ ആവണം, മെറ്റീരിയൽസ് അവൈലബിൾ ആവണം. അതേപോലെ ലൈക്ക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്സ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ഷോർട്ട് നോട്ട്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയാൽ മാത്രമാണ് നമുക്ക് പ്രോപ്പർ ആയിട്ട് എന്താ നമ്മുടെ പഠനം പ്ലാൻ ചെയ്യാൻ പറ്റുക. അതായത് നിങ്ങൾ നിങ്ങളുടെ റിസോഴ്സസിനെ, അതായത് ആദ്യം നിങ്ങൾ നിങ്ങളുടെ സിലബസിനെ മനസ്സിലാക്കുക, എന്നിട്ട് നമുക്ക് ഇവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിച്ച് അത് വളരെ വൃത്തിയായിട്ട് പഠിക്കുക. ഇത് രണ്ടും കൂടെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സാമിന് നമ്മൾ അത്രയും തന്നെ പ്രിപ്പയർ ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ സിലബസ് മനസ്സിലാക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ ലേൺവൈസിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് യൂസ് ചെയ്തുകൊണ്ട് അത് ഇഫക്റ്റീവ് ആയിട്ട് പഠിക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ എക്സാം അറ്റൻഡ് ചെയ്യുക.
ഓക്കെ, അപ്പൊ അത് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ പ്രിപ്പയർ ചെയ്യാണ് ചെയ്യുന്നത് എക്സാമിനായിട്ട് അല്ലേ? അതുകൊണ്ടാണ് സിലബസ് മനസ്സിലാക്കുക എന്നുള്ളത് ഇത്രയും ഇമ്പോർട്ടന്റ് ആയത്. പ്ലസ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസും നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, ആൻഡ് റിസോഴ്സസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും, ബിക്കോസ് നിങ്ങൾ കുറെ പേര് ഇപ്പൊ ക്ലാസ്സസ് കണ്ടു തുടങ്ങിയവരാണ്. അപ്പം നിങ്ങൾ ആപ്പിൽ കൂടെ ഇങ്ങനെ ജസ്റ്റ് നോക്കുന്ന സമയത്ത് കുറച്ച് ഓപ്ഷൻസ് അവിടെ എവിടെയൊക്കെ ആയിട്ട് കാണാമല്ലോ അല്ലെ? ജസ്റ്റ് ഒരു ഐഡിയ പോലെ തരാം. ആദ്യം തന്നെ നമുക്ക് റെക്കോർഡഡ് ലെക്ചേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾ ഓൾറെഡി കണ്ടു തുടങ്ങിയിട്ടുണ്ടാവും റെക്കോർഡഡ് ക്ലാസ്സസ്. പിന്നീട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യം ലൈവ് സെഷൻസ് ആണ്. അതായത് ലൈവ് റിവിഷൻ സെഷൻസ് ആണ്. ഓരോരോ ബ്ലോക്ക് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് അതാത് ബ്ലോക്കിന്റെ ലൈവ് റിവിഷൻ സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതാണ്. അതിന്റെ ടൈം ടേബിൾ ഒക്കെ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പം പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ലൈവ് സെഷൻസ് ഒക്കെ. ഓറിയന്റേഷൻസ് കഴിഞ്ഞ ഉടനെ തന്നെ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. ആൻഡ് നെക്സ്റ്റ് ഇസ് വാല്യൂ ആഡ് നോട്ട്സ്. വാല്യൂ ആഡ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്പിൽ തന്നെയുള്ള ഒരു മെറ്റീരിയൽ ആണ്. അതായത് നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിന്റെ വളരെ കൺസൈസ് ആയിട്ടുള്ള വളരെ ബ്രീഫ് ആയിട്ടുള്ള നോട്ടാണ് ഈ വാല്യൂ ആഡഡ് നോട്ട് എന്ന് പറയുന്നത്. നമുക്ക് റിവിഷൻ സമയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയൽ ആണ്. ആൻഡ് നെക്സ്റ്റ് ഇസ് എക്സാം സ്പെഷ്യൽ ഗൈഡ്. എക്സാം സ്പെഷ്യൽ ഗൈഡ് എന്ന് പറയുന്നത് എഗെയിൻ അതൊരു മെറ്റീരിയൽ ആണ് ആപ്പിലുള്ളത്. ആക്ച്വലി അതിന് സ്ട്രക്ചർ വരുന്നത് ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പ് പാറ്റേണിലാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ ഒരു പോർഷൻ, അതായത് ഇപ്പൊ ഒരു ടോപ്പിക് വരികയാണെങ്കിൽ അതിന്റെ താഴെയുള്ള എക്സാം ഗൈഡിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ ടോപ്പിക്കിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ആ ടോപ്പിക്കിൽ നിന്ന് എങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നുള്ളത് നമുക്ക് എക്സാം സ്പെഷ്യൽ ഗൈഡിൽ കാണാൻ പറ്റും. ക്വസ്റ്റ്യൻ പ്ലസ് ആൻസർ ആയിരിക്കും അതിലുണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ എക്സാമിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് അസൈൻമെന്റ് ഗൈഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസൈൻമെന്റ്സ് നമുക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പറും അവൈലബിൾ ആയിരിക്കും, ആൻസർ ഗൈഡ് ബുക്സും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ആണ് നിങ്ങൾ അസൈൻമെന്റ് ആക്ച്വലി പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് PYQUA പേപ്പർ. അതായത് PYQUA എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പേപ്പേഴ്സിനെ, അതായത് പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഓരോരോ സബ്ജക്ട്സിന് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയോറിറ്റി വൈസ് പഠിക്കാൻ പറ്റും. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന് കുറച്ച് അധികം ബ്ലോക്സ് ഉണ്ടെങ്കിൽ അതിൽ ഏതൊക്കെ ബ്ലോക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്, ഏതൊക്കെ യൂണിറ്റ്സിലെ ടോപ്പിക്സ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിന് മുന്നത്തെ എക്സാംസിന് വന്നിട്ടുള്ളത് എന്നുള്ള രീതിയിലുള്ള ഒരു അനാലിസിസ് ആണ് ഈ PYQUA ഡോക്യുമെന്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് പഠനം കുറച്ചും കൂടി ഈസിയാണ്. അതായത് നിങ്ങൾക്ക് എക്സാം വരികയാണ് എന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് ആ ഒരു ഡോക്യുമെന്റ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ പ്രയോറിറ്റി വൈസ് പഠിക്കാം. ഓക്കെ, ബ്ലോക്ക് 1 നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, അപ്പൊ ഞാൻ അത് ആദ്യം പഠിപ്പിക്കാം. അങ്ങനെ രീതിയിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി വൈസ് നിങ്ങളുടെ പഠനം പ്ലാൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഈ PYQUA എന്ന് പറയുന്ന ഡോക്യുമെന്റ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് മോഡൽ എക്സാംസ്. മോഡൽ എക്സാംസ് മീൻസ് നമ്മളിവിടെ ലേൺ വൈസ്ലി ഓൺലൈൻ ആയിട്ട് മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. സെലക്ടഡ് പേപ്പേഴ്സിന് മാത്രമായിട്ടാണ് കണ്ടക്ട് ചെയ്യാറ്. അത് വളരെ ഹെൽപ്ഫുൾ ആണ്, ബിക്കോസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയുമായിരിക്കും നിങ്ങളുടെ സ്കൂളിലായാലും കോളേജസിലായാലും നമുക്ക് മോഡൽ എക്സാംസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. എന്തിനാണ്? നമ്മുടെ ആക്ച്വൽ എക്സാമിന് വേണ്ടി നമ്മളെ ഒന്ന് തയ്യാറെടുക്കാനാണ്, അല്ലെങ്കിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. സെയിം തന്നെയാണ് ഇവിടെ. നമ്മൾ നമ്മുടെ ആക്ച്വൽ എക്സാം അറ്റൻഡ് ചെയ്യണതിന് മുന്നേ ജസ്റ്റ് നമുക്കൊരു ധൈര്യത്തിന് അല്ലെങ്കിൽ നമുക്കൊരു പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ മോഡൽ എക്സാംസ് വെക്കുന്നത്. മോഡൽ എക്സാംസ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അത് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്താം കേട്ടോ. നെക്സ്റ്റ് TE ഹെൽപ്പ് ഡെസ്ക് ആണ്. നിങ്ങൾക്ക് എക്സാം, അതായത് ടേം എൻഡിങ് എക്സാം, നിങ്ങളുടെ എക്സാം വരുന്ന സമയത്ത് നമുക്ക് രജിസ്ട്രേഷൻ ആയാലും അതിന്റെ കാര്യങ്ങളൊക്കെ ആയാലും നിങ്ങളെ അതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ഹെൽപ്പ് ഡെസ്ക് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ആ കാര്യം അല്ലെങ്കിൽ ആ ടൈം വരുമ്പോൾ നിങ്ങൾ ടെൻഷൻ ആവുക അതിന്റെ ഒന്നും ആവശ്യമില്ല. രജിസ്ട്രേഷൻ, ഹാൾ ടിക്കറ്റ് ഡൗൺലോഡിങ്, ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എക്സ്ട്രാ ആയിട്ട് സപ്പോർട്ട് ഉള്ള കുറച്ച് കാര്യങ്ങളും കൂടെ പരിചയപ്പെടുത്തുകയാണ്. ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം ആണ്, വിച്ച് മീൻസ് EEP ആണ്. നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ഇംഗ്ലീഷ് കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആക്കണം എന്ന് തോന്നുവാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇംപ്രൂവ് ചെയ്യണം, നിങ്ങളുടെ കറന്റ് സ്റ്റാറ്റസിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് ഇംഗ്ലീഷ് നല്ല പോലെ ഇംപ്രൂവ് ചെയ്യണം എന്ന് തോന്നുവാണെങ്കിൽ ഇംഗ്ലീഷ് ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ വൊക്കാബുലറി അതേപോലെ ടോക്കിംഗ് സ്റ്റൈലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബെറ്റർ ആക്കണമെങ്കിൽ അതിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ് ആണ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് ക്ലാസ്സസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ട് തന്നെ നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആണ്. EEP എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ഉണ്ടാവും, നിങ്ങൾക്ക് അതിൽ പോയാൽ കാണാൻ കഴിയും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ തോന്നുവാണ് നിങ്ങളുടെ ഇംഗ്ലീഷ് ഒന്ന് ബെറ്റർ ആക്കണം എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് വെൽബീങ് സപ്പോർട്ട്. വെൽബീങ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് നിങ്ങൾ ഈ മെന്റൽ ഹെൽത്ത് ആൻഡ് മൈൻഡ്ഫുൾനെസിന്റെ ക്ലാസ്സസ് ഒക്കെ ഇതിന് മുന്നത്തെ സെഷൻ അറ്റൻഡ് ചെയ്ത് ഇവർക്ക് മനസ്സിലാവും.
നമ്മളിവിടെ ഒരു എക്സ്ട്രാ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർക്കായിട്ട്. അതായത് ഹാപ്പിനെസ് അംബാസിഡർ ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ടൊരു ഇനിഷ്യേറ്റീവ്. അപ്പൊ നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾ സ്റ്റക്ക് ആവുകയാണ്, നിങ്ങൾക്ക് കുറച്ച് സ്ട്രെസ് വരുവാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഹെൽപ്പ് വേണം, ഒരാളുടെ ഗൈഡൻസ് നിങ്ങൾക്ക് വേണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെന്ററിനെ കണക്ട് ചെയ്യാം. മെന്റർ നിങ്ങൾ ഗൈഡ് ചെയ്തോളൂ ഈ ഒരു സപ്പോർട്ട് കിട്ടാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഇസ് കരിയർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ്. നമ്മളിവിടെ പലതരത്തിലുള്ള ഇനിഷ്യേറ്റീവ്സ് ഒക്കെ ചെയ്യാറുണ്ട് റിലേറ്റഡ് ടു യുവർ കരിയേഴ്സ് ആൻഡ് ഓൾ. അപ്പം അങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഈ പ്രൊവൈഡഡ് ആയിട്ടുള്ള റിസോഴ്സസ് ഞാൻ ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്തല്ലോ കുറച്ചൊക്കെ. അപ്പൊ അത് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. നിങ്ങൾ 1 ഇയറിൽ ഇവിടെ പഠിക്കുന്നുണ്ട്, പക്ഷെ പഠിച്ചാൽ മാത്രം പോരാ. നിങ്ങൾക്ക് ഈ തന്നിട്ടുള്ള റിസോഴ്സസ് എല്ലാം നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ പഠനം നിങ്ങൾ എഫക്റ്റീവ് ആക്കുക. ഓക്കെ, ആൻഡ് നമ്മൾ ഈ സെഷൻ കഴിയുമ്പോഴേക്കും നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ട് നിങ്ങൾ ഓർത്താൽ മതി. ഒരുപാട് കാര്യം ചിന്തിച്ച് ആകെ അങ്ങനെ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് നമ്മളിപ്പം ജസ്റ്റ് നോക്കി വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. നമ്മൾ ഫസ്റ്റ് ഇയറിന്റെ ആ ഒരു പ്രോഗ്രാം കണ്ടു. അതായത് നമുക്ക് BA ഇംഗ്ലീഷ് ആണെങ്കിൽ BA ഇംഗ്ലീഷ് 3 ഇയർ കോഴ്സിന്റെയും അതേപോലെ BA ഇംഗ്ലീഷ് 4 ഇയർ കോഴ്സിന്റെയും നമ്മൾ കണ്ടു. പേപ്പേഴ്സ് ലിസ്റ്റ് കണ്ടു. അതേപോലെ എത്രത്തോളം ക്രെഡിറ്റ്സ് ആണ് ഓരോ പേപ്പേഴ്സിനും വരുന്നത് നമ്മൾ കണ്ടു. പിന്നെ അതേപോലെ ഓരോരോ പേപ്പേഴ്സും കുറച്ച് ബ്ലോക്സ് ആയിട്ട് അതേപോലെ യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ കണ്ടു. അപ്പൊ നമുക്ക് ആ ഒരു സ്ട്രക്ചർ ഏകദേശം മനസ്സിലായിട്ടുണ്ട് അല്ലേ. അതേപോലെ കോർ പേപ്പർ ആയാലും എൻഹാൻസ്മെന്റ് പേപ്പർ ആയാലും 2 പേപ്പേഴ്സിനും 2 തരത്തിലുള്ള പേപ്പേഴ്സ് നിൽക്കുന്നുണ്ട്. അപ്പൊ ആ 2 പേപ്പേഴ്സിനും നിങ്ങൾക്ക് എത്രത്തോളം ക്രെഡിറ്റ്സ് ആണ് വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ. നെക്സ്റ്റ് നിങ്ങളുടെ എന്താ പറയാ, ഇപ്പൊ BA ഇംഗ്ലീഷ് BA EGH കോഴ്സസ് ആണെങ്കിൽ 3 ഇയർ പ്രോഗ്രാംസ് ആണെങ്കിൽ അവിടെ കുറച്ചും കൂടെ നമ്മുടെ പേപ്പർ, അതായത് നമ്മുടെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള പേപ്പേഴ്സ് ആണ് അതിൽ പറയുന്നത്. ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പേപ്പേഴ്സ് ആണ് കൂടുതലും വരുന്നത്. പക്ഷെ BA FEG എന്ന് പറയുന്ന, അതായത് നമ്മുടെ 4 ഇയർ പ്രോഗ്രാമിന്റെ കോഴ്സിൽ നമുക്ക് കുറച്ച് ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള പേപ്പേഴ്സ് കാണാൻ കഴിയും. അതായത് മറ്റ് ഡിസിപ്ലിൻസിൽ നിന്ന് വരുന്ന കുറച്ച് പേപ്പേഴ്സും കൂടെ നിങ്ങൾക്ക് അതിൽ പഠിക്കാനുണ്ടാവും. നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ പേപ്പേഴ്സ് ലിസ്റ്റ് നോക്കിയപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, നമ്മൾ മനസ്സിലാക്കി നമുക്ക് എത്ര പേപ്പേഴ്സ് ഉണ്ട്, അതിന് എത്ര ക്രെഡിറ്റ്സ് ഉണ്ട്, കൂട്ടത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയത് എത്ര ബ്ലോക്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഇത്രയും ബ്ലോക്സ് ഉണ്ട്, അപ്പൊ ഞാൻ അതിനനുസരിച്ച് എന്റെ പഠനം പ്ലാൻ ചെയ്യണം. അല്ലെങ്കിൽ ഈ ബ്ലോക്സിൽ ഇത്ര യൂണിറ്റ്സ് ഉണ്ട്, അപ്പൊ ഞാൻ ഇങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇത്ര വേഗത്തിലാണ് ഞാൻ ഈ ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ മനസ്സിലാക്കി തരും. അതായത് ഇപ്പൊ ഒരു സബ്ജക്റ്റ് ഉണ്ട്, സബ്ജക്റ്റിനൊരു 4 ബ്ലോക്സ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാം ഓക്കെ 4 ബ്ലോക്സ് ആണുള്ളത്, ഞാൻ അത് ഇന്ന സമയത്തിൽ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിൽ വരും. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയാ സിലബസിനെ കുറിച്ചൊരു ക്ലിയർ ഐഡിയ തരുന്നൊരു സെഷൻ ആയിട്ടാണ് നമ്മൾ ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഹോപ്പ് നിങ്ങൾക്ക് ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു എന്നുള്ളത്. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഇവിടെ നോക്കിയിട്ടുള്ളത് നമ്മുടെ പേപ്പേഴ്സ് ലിസ്റ്റും അതിന്റെ ക്രെഡിറ്റ്സും അതേപോലെ ബ്ലോക്സും യൂണിറ്റ്സും, അതായത് ഓരോ പേപ്പേഴ്സിനും എത്ര ബ്ലോക്സ് ഉണ്ട് യൂണിറ്റ്സ് ഉണ്ട്, അത് മാത്രമാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. പ്ലസ് അസൈൻമെന്റ്സ് എത്രത്തോളം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്, പിന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എത്രത്തോളം നമ്മുടെ ലേൺ വൈസിലെ റിസോഴ്സസ് വെച്ചിട്ട് എങ്ങനെ പഠിക്കാം, ഇതൊക്കെയാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കിയത്. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുക ടെൻസ്ഡ് ആവുക ഒന്നും ആവശ്യമില്ല. ഓക്കെ, എന്തെങ്കിലും ഈ റിസോഴ്സസിന്റെ കാര്യത്തിൽ, അതായത് നിങ്ങളുടെ ആപ്പിൽ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ടല്ലോ, ആ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെന്ററിനെ കണക്ട് ചെയ്ത് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഓരോ സെഷന്റെ ലാസ്റ്റിലും പറയണ പോലെ ന്യൂ ഹൊറൈസൺ ഫോം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളത് ഇപ്പം ഇൻ കേസ് ആരെങ്കിലും അത് ഫില്ല് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് ഫില്ല് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോമാണ്, 1 or 2 മിനിറ്റ്സിൽ ഫില്ല് ചെയ്യാൻ പെട്ടെന്ന് കഴിയുന്ന ഒരു ഫോമാണ് കേട്ടോ. ആൻഡ് ഓക്കെ നെക്സ്റ്റ് നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം, 24th മുതൽ 28th വരെ നമുക്ക് നമ്മുടെ ഓറിയന്റേഷന്റെ ഫൈനൽ സെഷൻ നടക്കുവാണ്. അതായത് കോഹോർട്ട് കണക്ട് ഫിനാലെ എന്ന് പറഞ്ഞിട്ടുള്ള ലാസ്റ്റ് സെഷൻ ആണ്. എന്ന് വെച്ചാൽ നമ്മൾ അത്ര സീരിയസ് സെഷൻ ഒന്നും ആയിരിക്കില്ല, ജസ്റ്റ് ലൈറ്റ് ആയിട്ടുള്ള ഗെയിംസും പിന്നെ റാപ്പപ്പ് വീഡിയോയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയുള്ള ജസ്റ്റ് ഒരു ഫൈനൽ ക്ലോസിംഗ് സെഷൻ ആയിരിക്കും. എല്ലാവരും അറ്റൻഡ് ചെയ്യുക. ഈ ഡേറ്റ്സിലാണ് നടക്കുന്നത്. പക്ഷെ നിങ്ങളുടെ സെഷൻ, അതായത് നിങ്ങളുടെ കോഴ്സിന്റെ സെഷൻ ഏത് ദിവസമാണോ വരുന്നത് അത് നമ്മൾ അറിയിക്കുന്നതായിരിക്കും, ഇൻഫോം ചെയ്യും, ലിങ്കും എല്ലാം ഷെയർ ചെയ്യുന്നതായിരിക്കും. ആ ദിവസം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഓക്കെ, നിങ്ങളുടെ സിലബസ് ഡീകോഡിംഗ് സെഷനിലെ ഫൈനലിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. അത്രയും നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നമ്മൾ 1 at a time കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ,
സോ താങ്ക് യു ഫോർ ജോയിനിങ്. ഓൾസോ നമ്മുടെ കൂടെ ഇവിടെ സെഷൻ ലീഡ് ചെയ്യാനുണ്ടായിരുന്നത് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ സുലേഖ മാം ആയിരുന്നു. മാമിന് ഞാൻ താങ്ക് യു പറയുവാണ്. താങ്ക് യു മാം. ഓൾസോ നമുക്ക് ടെക്നിക്കൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്തത് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ തന്നെ ആതിര മാം ആയിരുന്നു. മാമിനും എൻ്റെ താങ്ക് യു. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എല്ലാവർക്കും ലൈക്ക് ബിഗ് താങ്ക് യു, ബിക്കോസ് ഇത്രയും നേരം നിങ്ങൾ പേഷ്യൻ്റ് ആയിട്ട് ലിസൺ ചെയ്തിരുന്നു. നിങ്ങളുടെ സിലബസ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഇത്രയും എന്താണ് പേഷ്യൻസോടുകൂടെ ഇത്രയും നേരം നിങ്ങൾ ഇരുന്നതിന്. ഓക്കെ താങ്ക് യു. ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.